നമസ്തേ. നമുക്ക് പുതിയൊരു പ്രോഗ്രാമിലേക്ക് പോവാം. നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. അപ്പം ചിലർക്ക് പൈസ വരുന്നുണ്ട്, ചിലർക്ക് അത് നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് പൈസ വരാനുള്ളതും അത് നിൽക്കാത്തതിൻ്റെയും കാരണവും അത് നിൽക്കാതെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ പ്രോഗ്രാം. 2025 അതായത് ഈ കറണ്ട് ഇയറിൽ നമുക്ക് സമ്പത്തിനെ എങ്ങനെ നമ്മളിലേക്ക് കൊണ്ടുവരാമെന്നും ആ സമ്പത്തിനെ എങ്ങനെ നിലനിർത്താമെന്നുള്ളത് പറയാം. ഇതിനെ നിങ്ങളുടെ വീടായി കണക്കാക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഇത് സ്ക്വയർ ആണോ എന്നുള്ളതാണ്. സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആണോ എന്നുള്ളതാണ്. ഇത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ബാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ വാസ്തു ശരിയല്ല. അപ്പം ഏറ്റവും ആദ്യം ഇതങ്ങനെ സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് ഇതിൻ്റെ പരിഹാരം ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇനി സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ഇരിക്കുന്ന വീടിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ വീടിനെ നമ്മൾ കറക്റ്റ് 9 ഡിവൈഡ് ചെയ്തു എന്ന് കണക്കാക്കുക. 9 ഡിവൈഡ് ചെയ്യാനുള്ള മെത്തേഡ് ഇതല്ല, അത് വേറെ മെത്തേഡാണ്. എന്നാലും ഇതൊരു രീതി നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ കറക്റ്റ് 9 ഡിവൈഡ് ചെയ്തു. ഇനി ഇതൊക്കെ ഏതൊക്കെ ദിക്കുകളാണ് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. ഇനി 4 കോർണർ: സൗത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ 8 ദിക്കുകളും വന്നു. സെൻട്രൽ ഉള്ള എന്താണ്? ബ്രഹ്മസ്ഥാനമാണ്. അപ്പോൾ 8 ദിക്കുകളും വന്നു. ഇപ്പോൾ 2025 നമുക്ക് സമ്പത്ത് കയ്യിൽ നിൽക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണവും നമുക്ക് സമ്പത്തിനെ എങ്ങനെ നിർത്താം അതിനുള്ള പരിഹാരവുമാണ് നമ്മൾ ഇന്ന് തേടുന്നത്. നിങ്ങളുടെ വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഈ 45 ഡിഗ്രിക്കകത്ത് എവിടെയെങ്കിലും ഒരു ഡോറ് പുറത്തേക്കുണ്ടോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഒരു ഡോറ് പുറത്തേക്കുണ്ട്, അല്ലെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് ഒരു സിറ്റ് ഔട്ട് ആണ്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു കാർ പോർച്ച് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവിൽ ഈ ഭാഗത്ത് നിങ്ങളുടെ ഗേറ്റാണ്, കന്നിമൂലയിൽ ഗേറ്റാണ്. ഇത്തരത്തിലുണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് നിൽക്കത്തില്ല. നിങ്ങളിൽ നിന്ന് സമ്പത്ത് കൈവിട്ടു പോകും. അപ്പോൾ ഇതിനെ ആദ്യം കറക്റ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമ്പത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ വാസ്തുവിലേക്ക് പോയി വാസ്തുവിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഡയറക്ഷനായിട്ടുള്ള സൗത്ത് വെസ്റ്റിനെ പറ്റി നമ്മൾ നോക്കി. സൗത്ത് വെസ്റ്റിനെ പറ്റി നോക്കിയപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഡോറുണ്ട് പുറത്തേക്ക്. അങ്ങനെയാണെങ്കിൽ പൈസ നിൽക്കത്തില്ല. പ്രധാന വാതിലായാലും മെയിൻ ഡോർ ആയാലും നിൽക്കത്തില്ല. അവിടെ കാർ പോർച്ച് വന്നാലും നിൽക്കുന്നില്ല, സിറ്റ് ഔട്ട് വന്നാലും നിൽക്കുന്നില്ല. അപ്പോൾ സൗത്ത് വെസ്റ്റിനകത്ത് പ്രോബ്ലം ഉണ്ട്. ഇൻ കേസ് ഇതൊന്നുമില്ല, നമ്മുടെ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് നമ്മുടെ വീടിൻ്റെ ഗേറ്റ് എങ്കിലും നമ്മുടെ കയ്യിൽ പൈസ നിൽക്കില്ല. അപ്പോൾ ഒരു ദിക്കിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അടുത്തത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത്. എന്തുകൊണ്ട് സൗത്ത് ഈസ്റ്റ് ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫുങ്ഷോ പ്രകാരം സമ്പത്തിന്റെ ദിക്കെന്ന് പറയുന്നത് എവിടെയാണ്? തെക്ക് കിഴക്കാണ്. സമ്പത്തിന്റെ ദിക്ക് തെക്ക് കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ഉള്ള ഏതൊരു പ്രശ്നവും നമ്മളെ സാമ്പത്തികമായി പ്രശ്നത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ഏതൊക്കെ പ്രശ്നങ്ങൾ വരാം? ഒന്ന്, തെക്ക് കിഴക്ക് ഭാഗത്തൊരു സെപ്റ്റിക് ടാങ്ക് വന്നാൽ പ്രോബ്ലമാണ്. തെക്ക് കിഴക്ക് ഭാഗത്തൊരു വേസ്റ്റ് വാട്ടറിന്റെ കുഴി വന്നാൽ പ്രോബ്ലമാണ്. ഇതൊക്കെ നിങ്ങളെ സാമ്പത്തിക പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും. ഇനി അടുത്തത്, നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നു. ഇവിടെയാണ് ടോയ്ലറ്റ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇത് ഈ കോർണറിലല്ലോ, തെക്ക് കിഴക്ക് മൂലയിലല്ലോ, അല്ലെങ്കിൽ മാറിയല്ലേ നിൽക്കുന്നതെന്ന്. ഞാൻ വീടിന് എന്താ ചെയ്തിരിക്കുന്നത്? കറക്റ്റ് 9 തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ 9 തിരിച്ചപ്പോൾ ഇത്രയും ഭാഗം 45 ഡിഗ്രി നമുക്ക് എന്ത് വന്നു? സൗത്ത് ഈസ്റ്റ് വന്നു. ഇതിനകത്ത് എവിടെ ടോയ്ലറ്റ് വന്നാലും സാമ്പത്തിക പ്രശ്നം നമ്മളെ അലട്ടും. ഇപ്പോൾ 3 കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞു. സൗത്ത് ഈസ്റ്റ് ഭാഗം നമുക്ക് സെപ്റ്റിക് ടാങ്ക് വന്നു, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വേസ്റ്റ് വാട്ടറിന്റെ കുഴി വന്നു, അതും അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നു, ഇതുമല്ലെങ്കിൽ വീടിന് പുറത്ത് ഇവിടെ ഒരു ടോയ്ലറ്റ് വന്നു. ഇതൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇതിനെ നമുക്ക് കറക്റ്റ് ചെയ്യണം. ഇതല്ല, ഈ ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് ഒന്നും ഇല്ല. വീട് പണിഞ്ഞപ്പോൾ നമ്മൾ തെക്ക് കിഴക്ക് ഭാഗം മിസ് ചെയ്തു. തെക്ക് കിഴക്ക് ഭാഗത്തിനെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ തെക്ക് കിഴക്ക് ഭാഗത്തെ ഒഴിവാക്കി. അല്ലെങ്കിൽ നമുക്ക് ഈ വസ്തുവിൽ ഇവിടെ തെക്ക് കിഴക്ക് ഭാഗത്ത് റൂം വെക്കാനായിട്ട് നമുക്കിവിടെ വസ്തു ഇല്ലായിരുന്നു എന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിച്ചു? സൗത്ത് ഈസ്റ്റ് മിസ്സിംഗ് ആയി. ഈ വീട്ടിലും എന്ത് പറ്റും? സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. അപ്പോൾ സാമ്പത്തിക പ്രശ്നത്തിനുള്ള 2 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇവിടെ സമ്പത്ത് നിൽക്കാനായിട്ട് നമുക്ക് ഫെങ്ഷി പ്രകാരം എന്ത് ചെയ്യാം എന്നുള്ളതും കൂടെ പറയാം.
സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിനകത്ത് റെഡ് ട്രയാങ്കിൾ വെക്കുകയോ അല്ലെങ്കിൽ റെഡ് ലൈറ്റ് ഇടുകയോ ചെയ്യാം. ഇനി സൗത്ത് ഈസ്റ്റ് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ലക്കി ബാമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഏരിയയെ എൻഹാൻസ് ചെയ്യാം. കാര്യം എന്താണ്? സൗത്ത് ഈസ്റ്റ് ഭാഗത്തെ എലമെന്റ് ഏതാണ്? വുഡ് എലമെന്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ലക്കി ബാമ്പ് വെച്ചുകൊണ്ട് ആ ഭാഗത്തെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് സൗത്ത് വെസ്റ്റ് നമുക്ക് മിസ്സിംഗ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സൗത്ത് വെസ്റ്റിൽ നമുക്ക് പൈസ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ലിവിങ് റൂം എടുക്കുക. ലിവിങ് റൂം എടുത്തിട്ട് ലിവിങ് റൂമിൽ നിങ്ങളുടെ മെയിൻ ഡോറിലേക്ക് നോക്കി പിയാവോയുടെ സ്റ്റാച്ചു വയ്ക്കുക. പൈസ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പിയാവോയുടെ സ്റ്റാച്ചു വയ്ക്കുക. ഈ കിഴക്ക് ദർശനമാര് വീടിന് തെക്ക് പടിഞ്ഞാറ് ഗേറ്റ് വന്നു എന്നെല്ലാം പറയുന്നത് ഓരോരോ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. അതല്ല നിങ്ങൾക്ക് ഇവിടെയാണ് പടിഞ്ഞാറ് ദർശനമാണെങ്കിലോ ഇവിടെ നമുക്ക് പുറത്തോട്ട് നോക്കി ഇവിടെ മെയിൻ ഡോർ ആണെങ്കിൽ പിയാവോയുടെ സ്റ്റാച്ചു വെക്കാം. ഇനി 2025 സംബന്ധിച്ചിടത്തോളം സമ്പത്ത് വരാനായിട്ട് എന്തുകൊണ്ട് ഒരു പണി എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്ത് നമുക്ക് വാട്ടർ ഫൗണ്ടൻ വെക്കാം, അക്വേറിയം വെക്കാം. ഇവിടെ ഇതൊന്നും വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ വെൽത്ത് സിംബൽസ് വെക്കാം. വെൽത്ത് സിംബൽസിൽ എന്തൊക്കെ സാധനങ്ങൾ വരണം? വെൽത്ത് സിംബൽസ് ഒരുപാടുണ്ട്. ഇതൊരു വെൽത്ത് പോട്ടാണെങ്കിൽ അതിൽ എന്തൊക്കെ സാധനങ്ങൾ വരണം? ചൈനീസ് കോയിൻസ് വേണം. ഗോൾഡും കോപ്പറുമായിട്ടുള്ള ചൈനീസ് കോയിൻസുകൾ വേണം. അത് 1 or 2 അല്ല, നിങ്ങളുടെ ആവശ്യാനുസരണം അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് നിറച്ച് വാങ്ങിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ സിറ്റിന്റെ സ്റ്റോൺ വേണം. ചൈനീസ് കോയിൻസ്, സിറ്റിന്റെ സ്റ്റോൺ, അതിനോടൊപ്പം തന്നെ ഇൻഗോട്ട് വേണം. പിന്നെ നമുക്ക് എന്ത് വയ്ക്കാം? 3 legged ഫ്രോഗ് വയ്ക്കാം, ക്രിസ്റ്റൽ ബോളുകൾ വയ്ക്കാം. അങ്ങനെ വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു വെൽത്ത് ബൗള് നമുക്ക് എവിടെ വയ്ക്കാം? ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം. ഇതൊക്കെ നമ്മുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കും. അപ്പോൾ സമ്പത്തിന്റെ ദിക്കുകൾ എവിടെയൊക്കെയാണെന്നും അവിടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെന്ത് പരിഹാരം ചെയ്യാമെന്നും എന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് സമ്പത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏത് ദിക്ക് ആക്ടിവേഷൻ ചെയ്യണമെന്നുമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പം ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണാം. ഇനി ചിലർ പറയും, സാറേ നമ്മൾ ഇതൊക്കെ ചെയ്തു നോക്കിയിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നില്ല, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ അനുസരിച്ചിട്ട് എന്തെങ്കിലും ദോഷങ്ങൾ വീട്ടിൽ കാണും. അപ്പോൾ എന്താണ് ഫ്ലൈങ് സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട് വയ്ക്കും, നമ്മുടെ നല്ല ലോകത്ത് എവിടെയായാലും നമ്മളൊരു ബിൽഡിംഗ് പണിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ദിക്കിലും അതിൻ്റെ ആ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് മുതൽ 2 നമ്പറുകൾ വന്നിട്ടുണ്ടാവും. ഈ നമ്പറുകളെ നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത്. ആ നക്ഷത്രം അതാത് സ്ഥലങ്ങളിൽ അതിൻ്റെ ഒരു സ്വാധീനം ചെലുത്തും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഈ ബെഡ്റൂമിൽ കിടക്കുന്നു, ഈ ബെഡ്റൂമിൽ 5-2 കോമ്പിനേഷൻ ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും. ഇത് ഇവിടെ പടിഞ്ഞാറ് വശത്തെ വീട്ടിലെല്ലാം 5-2 ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് ഓരോ വീടിനും മാറിക്കൊണ്ടേയിരിക്കും. വർഷാവർഷം മാറുമെന്ന് ചോദിച്ചാൽ ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ വർഷാവർഷം മാറൂല, ആനുവൽ സ്റ്റാർ നമ്പറേ മാറത്തുള്ളൂ. അപ്പോൾ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എന്താണെന്ന് കണ്ടുപിടിക്കുക, കണ്ടുപിടിച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ വെൻട്രൻസിൽ ഒരു 2-5 ആണ് നിൽക്കുന്നതെങ്കിലോ വീട്ടിൽ പൊതുവെ എല്ലാവർക്കും നഷ്ടങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത്യാവശ്യം വരുന്ന ടൂളുകൾ വെക്കാം. വെച്ചിട്ടും റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ പലരും അതിന് മെനക്കെടാതെ നേരെ കൺസൾട്ടിങ്ങിലേക്ക് പോകും. കാരണം ടൈമില്ല. ഇപ്പം നമ്മൾ ഒരു ആദ്യം പുറമേ കറക്റ്റ് ചെയ്തു. അപ്പം നമ്മൾ ഒരു ഫെങ്ഷി കൺസൾട്ടൻ്റെ കണ്ണിൽ കൂടെ കാണുന്നതല്ല ഒരു ക്ലയൻറ്റിൻ്റെ കണ്ണിൽ കൂടെ കാണുന്നത്. ഫെങ്ഷി കൺസൾട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് പറഞ്ഞാൽ അവിടെയുള്ള ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വീക്ഷിക്കണം. വീക്ഷിച്ചിട്ട് ഒരു ചെറിയ സിമ്പിൾ തന്നെ ഒരു പക്ഷേ അവരെ അത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു വാളുമായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമുണ്ടെന്ന് കരുതുക. അത് അവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ് സൃഷ്ടിക്കുന്നത്. പിന്നെ ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ തോക്കുമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ തോക്കിൻ്റെ ഇത്, അങ്ങനെയൊക്കെയുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു കിഴക്ക് ഭാഗത്ത് ഒരു വലിയ മരത്തിൻ്റെ ചിത്രം അവർ വരച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു ഇല പോലുമില്ല, ഇല മൊത്തം കൊഴിഞ്ഞ് ചില്ലുകൾ മാത്രമേ ഉള്ളൂ, ചില്ലും കമ്പുകളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എവിടെ വരച്ചു വെച്ചിരിക്കുന്നത്? ആ വീടിൻ്റെ സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്താണ് വെച്ചാകുന്നത്. അപ്പോൾ നമ്മൾ നേരെ അത് ഫെങ്ഷുയിലേക്ക് പോകുന്നു. ഫെങ്ഷുയിലേക്ക് പോകുമ്പോൾ കിഴക്ക് ദിക്കിൻ്റെ സൗഭാഗ്യം എന്താണ്? ആരോഗ്യമാണ്. അവിടുത്തെ എലമെന്റ് എന്താണ്? വുഡാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? കിഴക്ക് ഭാഗത്ത് ഒരു ഉണങ്ങിയ മരം. അത് നമ്മളെ ഏത് രീതിയിൽ ബാധിക്കും? വലിയ ഹെൽത്ത് പ്രോബ്ലം വീട്ടിലുണ്ടാക്കും. നമ്മൾ സിംബോളിക്കായിട്ട് അതവിടെ ചെയ്തു വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ഒരു ചിത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. അത് ആ ചിത്രത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച്
പോസിറ്റീവായിട്ടും വരാം, നെഗറ്റീവായിട്ടും വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് പകർന്നു തരികയാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.